ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് അയക്കുന്നുണ്ട്. അതായത് ഈ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് കയ്യിൽ ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കഴിക്കാമോ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അതേപോലെ വേറെ കുറച്ച് ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഈ സ്പിരിച്വൽ ജേണിയിലോട്ട് മുന്നോട്ട് പോകുന്നവർ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അവോയ്ഡ് ചെയ്യണ്ടേ, വെജിറ്റേറിയൻ മാത്രമാവണ്ടേന്ന്. ഞാനൊരു കാര്യം പറയാം. ഈ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ധരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റേത് ഒരു തർക്കവിഷയമായിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാലും എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ തെറ്റും ശരിയും ആരാണ് കണ്ടുപിടിച്ചത്? നമ്മൾ മനുഷ്യരല്ലേ. അല്ലാണ്ട് ദൈവങ്ങൾ നമ്മളോടൊന്നും ഡയറക്റ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് ഇത് കഴിക്കാൻ പാടുള്ളൂ, അത് കഴിക്കാൻ പാടുള്ളൂ, അതാണ് ശരി, ഇതാണ് ശരി എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ മനുഷ്യന്മാരാണ് ഈ തെറ്റും ശരിയും ഒക്കെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹിന്ദുയിസത്തിലോട്ട് വെജിറ്റേറിയൻ ആവണം, ഈ പറയുന്ന സ്പിരിച്വൽ ജേണിയിലോട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് വെജിറ്റേറിയൻ ആവണം എന്ന് പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. എസ്പെഷ്യലി എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസം, ജൈനിസം, അതേപോലെ വൈഷ്ണവിസം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഹിന്ദുയിസത്തിൽ വെജിറ്റേറിയൻ ഉള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. പക്ഷെ അതിന് മുന്നത്തേക്ക് കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന മഹാമുനിമാർ വരെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കഴിച്ചിട്ടുണ്ട്. അതായത് അഗസ്ത്യര്, വിശ്വാമിത്രൻ, അതേപോലെ നമ്മുടെ വാൽമീകിയുടെ രാമായണത്തിനകത്ത് വാൽമീകി തന്നെ പറയുന്നുണ്ട്, രാമനും ലക്ഷ്മണനും വനവാസ സമയത്ത് അവര് ഭക്ഷിക്കാൻ വേണ്ടി മാനിനെയും അതേപോലെ കാട്ടുപന്നീനെയും അവര് അമ്പ് ചെയ്ത് ഭക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബുദ്ധൻ, അതായത് ബുദ്ധിസത്തിലെ ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? അപ്പോൾ ഇതിനകത്തൊന്നും ഒരു കഴമ്പില്ലെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ആരും പറഞ്ഞിട്ടല്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമ്മളെ മനസ്സിൽ തോന്നണം. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡിക്ക് പ്രശ്നമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി അതിൻ്റെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചിക്കൻ കഴിക്കണം അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കണം എന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, അയ്യോ അത് കഴിക്കരുത്, അത് കഴിച്ച പ്രശ്നമാണ്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ പുള്ളി വന്ന് പറഞ്ഞു, പുള്ളിനെ പേടിച്ചിട്ട് നമ്മൾ ഈ സാധനം നിർത്തുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രശ്നം വരും, ആഗ്രഹം. നമ്മൾ ഈ ആഗ്രഹം തീർക്കാണ്ടാണ് മരിക്കുന്നത്. ആഗ്രഹം തീർക്കാണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോള് ഫുൾഫിൽ ആവില്ലെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? അടുത്ത ജന്മം വരും. അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ഡബിൾ നമുക്ക് കഴിക്കേണ്ടി വരും. അതിനേക്കാളും ഭേദമല്ലേ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കഴിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ മരിക്കുക. ഓക്കെ. അല്ലാണ്ട് ആരുടെയും നിർബന്ധം കൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ഉള്ളിൽ തോന്നട്ടെ, അപ്പം മാത്രം നമ്മൾ നിർത്തിയാൽ മതി. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവരോട് അവർക്ക് ഒരു കാര്യം ഉണ്ട്. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, എസ്പെഷ്യലി റെഡ് മീറ്റ്സ്, ഇതിൻ്റെ ഡൈജഷൻ കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ വയറ് ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിലേക്കണം. ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഈ പറയുന്ന മീറ്റ്സും അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസും ഒക്കെ കഴിക്കുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക. കാരണം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് ഫുഡ് കഴിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പർ അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻസിലോട്ട് പ്രശ്നങ്ങൾ വരും. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളില്ല. പിന്നെ ശുചിത്വം, മനഃശുദ്ധി ഇല്ലാണ്ട് ശരീരശുദ്ധി മാത്രം വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ ശരീരശുദ്ധി, അതായത് നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാണ്ട് പച്ചക്കറിയും കഴിച്ച് കുളിച്ച് ഈ പറയുന്ന പോലെ 3 കുറിയും തൊട്ട് അമ്പലത്തിലും പോയി ഇത് ചെയ്തിട്ട് നാട്ടുകാരെമ്പരാക്കി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ആ സമയത്ത് മനഃശുദ്ധി ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. മനഃശുദ്ധിയാണ് മെയിൻ ശരീരശുദ്ധിനേക്കാളും. അപ്പോൾ എപ്പോഴും നമ്മളെ മനസ്സ് നമ്മൾ നന്നാവാനും നോക്കുള്ളൂ. ഞാൻ അതാണ് എപ്പോഴും പറയുന്ന ഒരു ഫോക്കസ് ചെയ്ത് പറയുന്നത്. നമ്മുടെ മൈൻഡ് നമ്മളത് എപ്പോഴും ക്ലിയർ ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സിൽ നിന്ന് നമ്മൾ മാറുക, നല്ല തോട്ട്സിലോട്ട് വരിക. ഓക്കെ. ഇതൊരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരും ഇതും പറഞ്ഞിട്ട് ആരോടും നിർബന്ധിക്കുന്നില്ല പോയി നോൺ വെജിറ്റേറിയൻ കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അത് കണ്ടിന്യൂ ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഓക്കെ. സംശയങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഉണ്ടാവും. ഓക്കെ. കാരണം ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, വേദാസിലൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ മുനിമാരൊക്കെ എഴുതിക്കുന്നത്. ഇതൊരു പലരും ഇതൊക്കെ ചോദിച്ചു വരും. വാൽമീകിയുടെ ബുക്കൊക്കെ രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈവൻ എന്തിന്
നമ്മുടെ ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ ജെമിനി എടുത്ത് ചോദിച്ചാൽ ഗൂഗിൾ ജെമിനി പറഞ്ഞുതരും ഇതിൻ്റെ കൂത്തരങ്ങൾ നല്ല ഭംഗിയായിട്ട്. അവരോടൊക്കെ ചോദിക്കൂ എന്നോടത്ത് ചോദിക്കുന്നതിന് മുന്നേ, കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. നന്ദി.